അമേരിക്കയിൽ താമസിക്കുന്നവരുടെ ഉറക്കം കെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വാഷിംഗ്ടണിൽ നിന്ന് വരുന്നത്. അമേരിക്കൻസ് ഫസ്റ്റ് ഇമിഗ്രേഷൻ ആക്ട് കേൾക്കുമ്പോൾ ലളിതമെന്ന് തോന്നുമെങ്കിലും അമേരിക്കൻ വിസ നിയമങ്ങളിലും ഗ്രീൻ കാർഡ് നടപടികളിലും കഴിഞ്ഞ ദശകങ്ങളിൽ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയ മാറ്റങ്ങൾക്കാണ് ഈ ബില്ല് വഴിമരുന്നിടുന്നത്. ലോട്ടറി വഴി ലഭിക്കുന്ന ഗ്രീൻ കാർഡുകൾ നിർത്തലാക്കുക, ഫാമിലി വിസകളിൽ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക, മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള പോയിന്റ് സിസ്റ്റം ഏർപ്പെടുത്തുക, ഇങ്ങനെയുള്ള കടുത്ത നിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത്. ഇത് നടപ്പിലായാൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ അമേരിക്കൻ സ്വപ്നങ്ങളെ അതെങ്ങനെ ബാധിക്കും? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗമായ ബാരി മൂർ അവതരിപ്പിച്ച ഈ ബിൽ ഏകദേശം 70 പേജുകളുള്ള ഒരു സമഗ്ര രേഖയാണ്. അമേരിക്കൻ പൗരന്മാരുടെ ജോലികൾ സംരക്ഷിക്കുക, ഇമിഗ്രേഷൻ സംവിധാനവും കൂടുതൽ സുതാര്യവും യോഗ്യതാടിസ്ഥാനത്തിലുമുള്ളതുമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമായി പറയുന്നത്. എന്നാൽ പ്രായോഗികമായി ഇത് വിദേശികൾക്ക്, പ്രത്യേകിച്ച് ജോലി തേടി വരുന്നവർക്കും കുടുംബാംഗങ്ങളെ അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്കും വലിയ തിരിച്ചടിയാകും. ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്ന കർക്കശമായ ഇമിഗ്രേഷൻ നയങ്ങളുടെ നിയമപരമായ രൂപമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഈ ബില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്ന് ഡൈവേഴ്സിറ്റി വിസ ലോട്ടറി നിർത്തലാക്കുക എന്നതാണ്. ഓരോ വർഷവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏകദേശം 55,000 പേർക്ക് ലോട്ടറിയിലൂടെ അമേരിക്കൻ ഗ്രീൻ കാർഡ് ലഭിക്കാറുണ്ട്. എന്നാൽ ഇനി മുതൽ ഭാഗ്യത്തിന് പകരം യോഗ്യത മാത്രമായിരിക്കും മാനദണ്ഡം. ഇന്ത്യക്കാർക്ക് ഈ ലോട്ടറി വലിയ പങ്കില്ലെങ്കിലും മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ അത് ആഗോളതലത്തിൽ തന്നെ ഇമിഗ്രേഷൻ പ്രക്രിയയെ കടുപ്പമേറിയതാക്കും. ഇന്ത്യക്കാർക്ക് ഏറ്റവും തിരിച്ചടിയാകുന്ന നിർദ്ദേശവുമാണിത്. നിലവിൽ ഒരു അമേരിക്കൻ പൗരന് തന്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, വിവാഹിതരായ മക്കൾ എന്നിവർക്ക് വിസ സ്പോൺസർ ചെയ്യാൻ സാധിക്കും. എന്നാൽ പുതിയ ബിൽ പ്രകാരം ന്യൂക്ലിയർ ഫാമിലിക്ക് മാത്രമേ പ്രാധാന്യം നൽകൂ. അതായത് പങ്കാളി, പ്രായപൂർത്തിയാക്കാത്ത മക്കൾ എന്നിവരെ മാത്രമേ സ്പോൺസർ ചെയ്യാൻ കഴിയൂ. മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ വേണ്ടി ഇനി സ്പോൺസർഷിപ്പ് അനുവദിക്കില്ല. അവർക്ക് അമേരിക്കയിൽ വരണമെങ്കിൽ മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള പോയിന്റ് സിസ്റ്റത്തിലൂടെ തന്നെ അപേക്ഷിക്കേണ്ടി വരും. കുടുംബങ്ങൾ ഒന്നിച്ചു കഴിയുക എന്ന സങ്കല്പത്തിന് പകരം സാമ്പത്തിക ലാഭം എന്ന ലക്ഷ്യത്തിലേക്കാണ് അമേരിക്ക നീങ്ങുന്നത്. കാനഡയിലെയും ഓസ്ട്രേലിയയിലെയും പോലെ ഒരു പോയിന്റ് സിസ്റ്റം അമേരിക്കയിലേക്കും വരുന്നുണ്ട്. നിങ്ങളുടെ വയസ്സ്, വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം, ശമ്പളം, മുൻകാല സൈനിക സേവനം എന്നിവ നോക്കിയായിരിക്കും ഇനി വിസ നൽകുക. യുവാക്കൾക്ക് കൂടുതൽ പോയിന്റ് ലഭിക്കും. സ്റ്റേഴ്സ് ബിരുദമോ അതിനു മുകളിലോ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. അമേരിക്കയിൽ ലഭിക്കുന്ന ശമ്പളം എത്രത്തോളം കൂടുതലാണോ അത്രയും കൂടുതൽ പോയിന്റും ലഭിക്കും. ഇത് കുറഞ്ഞ ശമ്പളത്തിന് വിദേശ തൊഴിലാളികളെ കൊണ്ടുവരുന്ന രീതി ഇല്ലാതാക്കും. കടുത്ത ഇംഗ്ലീഷ് പരീക്ഷകളും പാസ്സാകേണ്ടി വരും. ചുരുക്കത്തിൽ ഏറ്റവും മികച്ച IT പ്രൊഫഷണലുകൾക്കും ഗവേഷകർക്കും മാത്രമേ അമേരിക്കൻ മണ്ണിൽ എളുപ്പത്തിൽ എത്താൻ കഴിയൂ. IT ജീവനക്കാരുടെ നട്ടെല്ലായ H-1B വിസയിൽ ഇതിനകം തന്നെ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പ്രൊജക്ട് ഫയർവാൾ എന്ന പേരിൽ ആരംഭിച്ച പുതിയ പദ്ധതി വഴി വിദേശികളെ നിയമിക്കുന്നതിന് മുൻപ് യോഗ്യരായ അമേരിക്കൻ പൗരന്മാരെ ആ ജോലിക്ക് ലഭിക്കില്ലെന്ന് കമ്പനികൾ തെളിയിക്കേണ്ടി വരും. കൂടാതെ ഏറ്റവും ഉയർന്ന ശമ്പളം വാഗ്ദാനം ചെയ്യുന്നവർക്ക് മുൻഗണന നൽകുന്ന രീതിയിൽ വിസ അനുവദിക്കുന്നത് മാറ്റം വരുത്തും. കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്ന വിദേശികളെ ഒഴിവാക്കി അമേരിക്കൻ തൊഴിലാളികളെ സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. ബില്ലിന് പുറമെ ട്രംപ് ഭരണകൂടം മറ്റു ചില സുപ്രധാന തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്നവർക്ക് പൗരത്വം നൽകുന്ന രീതി നിർത്തലാക്കാനും നീക്കമുണ്ട്. മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഗ്രീൻ കാർഡ് ഉടമയോ പൗരനോ ആയിരിക്കണം എന്ന നിബന്ധന വരും. അമേരിക്കൻ വിരുദ്ധ മനോഭാവമുള്ളവർക്ക് വിസ നിഷേധിക്കാനുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട്. അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതിന്റെ എണ്ണം കുത്തനെ കുറയ്ക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ അമേരിക്ക അതിന്റെ വാതിലുകൾ പാതി അടയ്ക്കുകയാണ്. വെറും ഒരു ഭാഗ്യത്തിന്റെയോ കുടുംബ ബന്ധത്തിന്റെയോ പേരിൽ ഇനി അമേരിക്കൻ വിസ ലഭിക്കില്ല. നിങ്ങൾ മികച്ച കഴിവുള്ളവരാണെങ്കിൽ മാത്രമേ അമേരിക്ക ഇനി നിങ്ങളെ സ്വാഗതം ചെയ്യൂ. നിലവിൽ അമേരിക്കയിലുള്ളവർക്കും പോകാൻ തയ്യാറെടുക്കുന്നവർക്കും പുതിയ നിയമങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. നിയമം പാർലമെന്റിൽ പാസ്സാകുന്ന മുറയ്ക്ക് മാത്രമേ ഇതിൽ അന്തിമ തീരുമാനം വരികയുള്ളൂവെങ്കിലും അമേരിക്കയുടെ പുതിയ നയം വ്യക്തമാണ്. അത് അമേരിക്ക ഫസ്റ്റ് എന്നത് തന്നെയാണ്.